പത്തനംതിട്ട ജില്ലയിൽ ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത 6 പഞ്ചായത്തുകളിൽ സ്വതന്ത്രർ ഭരണം നിർണ്ണയിക്കും. CPM-നും BJP-ക്കും തുല്യസംഖ്യയുള്ള കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPI തീരുമാനവും നിർണായകമാണ്. SDPIയുടെ വോട്ട് വാങ്ങി ഭരണം നടത്തില്ല എന്ന നിലപാടിലാണ് CPM നേതൃത്വം. പത്തനംതിട്ടയിലെ എഴുമറ്റൂർ, കൊറ്റനാട്, അയിരൂർ, തോട്ടപ്പുഴശ്ശേരി, റാന്നി, കുറ്റൂർ പഞ്ചായത്തുകളിലാണ് നിലവിൽ ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തത്. ആകെയുള്ള 53 പഞ്ചായത്തുകളിൽ 23-ൽ LDF-ഉം 20-ഇടങ്ങളിൽ UDF-ഉം 3-ഇടങ്ങളിൽ NDA-യും ഭരണമുറപ്പിച്ചെങ്കിലും ഈ 6 പഞ്ചായത്തുകളിൽ ഭരണം തീരുമാനിക്കുക സ്വതന്ത്രരായി വിജയിച്ചവരാകും. അനിശ്ചിതത്വം നിലനിൽക്കെ മുന്നണി നേതാക്കൾ നടത്തിയ നീക്കുപോക്കുകൾക്കൊടുവിൽ എഴുമറ്റൂർ, കുറ്റൂർ, കൊറ്റനാട് പഞ്ചായത്തുകളിൽ ഭരണത്തിലെത്താമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ റാന്നിയിൽ UDF-നൊപ്പം സ്വതന്ത്രൻ നിലയുറപ്പിച്ചപ്പോൾ അയിരൂർ, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളിൽ സ്വതന്ത്രരെ പിന്തുണച്ചുകൊണ്ടുള്ള BJP കോൺഗ്രസ് സംയുക്ത ഭരണത്തിനാണ് കളമൊരുങ്ങുന്നത്. CPM-നും BJP-ക്കും 5 അംഗങ്ങൾ വീതമുള്ള കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPI തീരുമാനമാവും നിർണായകമാകുക. BJP വിരുദ്ധ ഭരണത്തിനായി CPM-നെ പിന്തുണയ്ക്കുമെന്ന് ഒരംഗം മാത്രമുള്ള SDPI വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും SDPI-യുടെ പിന്തുണ വാങ്ങി ഭരണം നടത്തേണ്ടതില്ലെന്നാണ് CPM തീരുമാനം. അതേസമയം ടോസിംഗിലൂടെ അവസരം ലഭിച്ചാൽ ഭരണം നടത്താനും CPM തീരുമാനിച്ചിട്ടുണ്ട്. 2015-ൽ BJP-യെ പുറത്തു നിർത്തി ജില്ലയിലെ 4 പഞ്ചായത്തുകളിൽ LDF, UDF സംയുക്ത ഭരണം നടത്തിയിരുന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇത്തവണ അത്തരം നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടാവില്ല. എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാന നിമിഷം നടക്കുന്ന പ്രാദേശിക നീക്കങ്ങളോട് കണ്ണടയ്ക്കാനാവും മുന്നണി നേതാക്കളുടെ ശ്രമം. ലെവിൻ കെ വിജയൻ, മീഡിയ 1, പത്തനംതിട്ട.